അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് അഭിമന്യു KV. ഞാൻ തൃശ്ശൂരിലെ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് കേരള പിറവി ദിനം. കേരളം രൂപീകൃതമായി 64 വർഷം പിന്നിടുകയാണ്. കേരളം രൂപീകരിക്കുമ്പോൾ അന്ന് 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 14 ജില്ലകൾ ഉണ്ട്. മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ ഈ കേരളം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നിരുന്നു. 1956 നവംബർ 1 മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങൾ കൂടിച്ചേർന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടു. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനവും തെങ്ങ് ഔദ്യോഗിക വൃക്ഷവും ആന ഔദ്യോഗിക മൃഗവും മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും കടിക്കുന്ന ഔദ്യോഗിക പുഷ്പവും ചക്ക ഔദ്യോഗിക ഫലവും കരിമീൻ ഔദ്യോഗിക മത്സ്യവും ആകുന്നു. കേരളത്തിൽ മാനവികതയും പൈതൃകങ്ങളും പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒരു മാലയിൽ ചേർത്ത മുത്തുമണി പോലെ ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുന്നു. ഒപ്പനപ്പാട്ടും മാർഗംകളിയും തിരുവാതിരക്കളിയും കേരളത്തിൻ്റെ മാനവ വിളക്കായി തെളിയുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുൻപന്തിയിലാണ് കേരളം. ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങി രാജ്യത്തിനു തന്നെ കേരളത്തിൽ നിന്ന് പകർത്താൻ ഒരുപാട് മാതൃകകൾ നാം തന്നെ സൃഷ്ടിച്ചു. പ്രളയത്തിൽ തകർന്നു പോയെങ്കിലും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒത്തൊരുമയുടെ കെട്ടുറപ്പിൽ നവകേരളം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. നിപ്പ എന്ന മഹാമാരിയെ തുടച്ചു കളഞ്ഞതുപോലെ ഈ കോവിഡ് മഹാമാരിയെയും തുടച്ചു കളയാനാകുമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.